അന്തിമ കുറ്റപത്രത്തിൽ CPM ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചു കാണുമോ? ഇതിപ്പോൾ 3 മുൻ ജില്ലാ സെക്രട്ടറിമാർ പാർട്ടിയാകെ തന്നെയും പ്രതിയാകുന്നു. ആ രീതിയിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രേരിതം എന്ന ഒറ്റവാക്കിൽ ന്യായീകരിച്ചു നിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ CPM-ന് കഴിയുമോ? തീർച്ചയായും പാർട്ടിക്ക് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഒറ്റ വാക്കിൽ പിടിച്ചു നിൽക്കാനാവില്ല. പക്ഷേ മുൻപും പലതവണയും ഇത്തരത്തിൽ ഈ ജില്ലാ സെക്രട്ടറിമാരെ അടക്കം ദീർഘനേരം ചോദ്യം ചെയ്യുകയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തപ്പോഴും ഇത് രാഷ്ട്രീയം ED-യുടെ രാഷ്ട്രീയ കളിയാണ് എന്നായിരുന്നു CPM അന്നെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ കൃത്യമായ തെളിവുകളോട് കൂടി തന്നെയാണ് ഈ ബാങ്കിലെ ഡോക്യുമെന്റ്സ്, രേഖകളടക്കം എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ED-യുടെ രാഷ്ട്രീയ കളിയാണ് എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് ഈ CPM ഇതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. നേരത്തെ ഈ ഒരുപാട് സൈഫ് സൈൻലാബ്ദീൻ കൂടിയുണ്ട്. സൈഫ്, കനത്ത പ്രഹരം പാർട്ടിക്ക് ഏൽപ്പിച്ചുകൊണ്ട് 3 മുൻ ജില്ലാ സെക്രട്ടറിമാരെയും ഒപ്പം പാർട്ടിയെ ആകെ തന്നെയും പ്രതിയാക്കിക്കൊണ്ടൊരു അന്തിമ കുറ്റപത്രത്തിലേക്ക് ED എത്തുമ്പോൾ, അതിന് തെളിവുകളുടെ ബലമുണ്ട് എന്ന് ED നിരത്തുമ്പോൾ പാർട്ടി എങ്ങനെയായിരിക്കും ഇതിനെ നേരിടാൻ പോകുന്നത്? രാഷ്ട്രീയ പ്രേരിതം എന്ന പതിവ് ന്യായീകരണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ പാർട്ടിക്ക്? സൈഫുദ്ദീൻ, അതിന് CPM-ന്റെ ചില നേതാക്കൾ അല്പസമയം ഈ വാർത്ത വന്നിട്ട് ഏതാണ്ട് മിനിറ്റുകളെ ആവുന്നുള്ളൂ. നമുക്ക് അധികം ആൾക്കാരോട് സംസാരിക്കാൻ കഴിയില്ല. എങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു സത്യത്തിൽ അവർക്കൊരു അത്ഭുതം പോലെയാണ്. ഒരു പാർട്ടിയെ എങ്ങനെയാണ് ഒരു കേസിൽ പ്രതിയാക്കുന്നതെന്ന ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത് എത്ര തവണ അന്വേഷിച്ചതാണ്, എത്ര തവണ അന്വേഷിച്ചു, എത്ര തരത്തിൽ അന്വേഷണം നടത്തി, എത്ര നേതാക്കന്മാരെ ചോദ്യം ചെയ്തു, എന്നിട്ടൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിയാതിരുന്ന കാര്യം ഇപ്പോൾ അന്തിമ കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ 3 ജില്ലാ സെക്രട്ടറി എന്നതിനപ്പുറം ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് അതിനകത്ത് പ്രതി ചേർക്കുക എന്ന് പറഞ്ഞാൽ, അതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം പ്രതി ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ട്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആ വാചകം അത് വീണ്ടും ആവർത്തിക്കുകയാണ് CPM ചെയ്യുന്നത്. ED-ക്ക് ഇപ്പോൾ CPM എന്ന് പറയുന്ന പ്രസ്താവനത്തോട് വൈരാഗ്യം തോന്നാനുള്ള കാരണമുണ്ട് എന്ന് ചില നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിലും പറയുന്നുണ്ടായിരുന്നു. കാരണം ED ചില നീക്കങ്ങൾ നടത്തുന്നുവെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നുണ്ട്. കാരണം വിജിലൻസുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണം നടന്നു വരികയാണ്. വിജിലൻസ് ഈ ED കുരുക്ക് മുറുക്കുന്ന പോലെ വിജിലൻസ് ചില കുരുക്കുകൾ മുറുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു എന്നുള്ള സംശയം ED-യുടെ ചില ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിൽ അതുകൂടിയുണ്ട്. വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ED ഉദ്യോഗസ്ഥർ കുരുക്കിൽപ്പെടുന്നത് കൂടി ED-യുടെ ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ഒരു പ്രതികാര